ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് പോവാം. സോ നമ്മുടെ IIT ജാമിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് എയ്ഫർ നിങ്ങൾക്ക് തരുന്നത്. എയ്ഫർ IIT ജാം പ്രോഗ്രാം മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു 2 years ബാക്ക്. ദെൻ ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ അതിൽ തിരക്കായത് കാരണം നമ്മൾ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം ബേസ്മെന്റ് ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമാണ് IIT ജാം. അന്ന് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, നമ്മുടെ കുട്ടികൾക്ക് IIT ജാം എന്തെന്ന് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് അറിയത്തില്ല. ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റിനെ പറ്റി ഒരു ധാരണയില്ല. കൂടാണ്ട് ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് റീച്ച് ചെയ്യാം അങ്ങനെയുള്ള ഒരു ധാരണ വളരെ കുറവായതുകൊണ്ട് തന്നെ ആണ് നമ്മൾ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. സോ നമുക്ക് ഓറിയന്റേഷനിലേക്ക് പോവാം. എന്താണ് ജാം എന്നും എങ്ങനെയാണ് ആ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഇതിലെ സ്ലൈഡ്സ് ചേഞ്ച് ചെയ്യുന്നില്ല. സ്ക്രീൻ ഷെയർ ആണല്ലോ അല്ലെ? കാണുന്നുണ്ടല്ലോ? സ്ക്രീൻ കാണുന്നുണ്ട്, ചേഞ്ച് ആയിട്ടില്ല. ഓക്കെ, അല്ലേ? ശരി. അപ്പോ എന്താണ് ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് എന്നുള്ളതിനെ പറ്റി നമുക്ക് പറയാം. എന്നിട്ട് ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. ഇപ്പോ ബാച്ചിലർ ഡിഗ്രി പഠിക്കുന്ന പെർസ്യൂ ചെയ്യുന്ന എല്ലാവർക്കും, ഇപ്പോൾ ഫിസിക്സ് ആവട്ടെ, നമ്മുടെ കെമിസ്ട്രി ആവട്ടെ, അങ്ങനെ പല സ്ട്രീമുകളിലേക്ക് ഈ എക്സാം നടത്തുന്നുണ്ട്. നമ്മളിവിടെ ഫിസിക്സിന്റെ ഓറിയന്റേഷൻ ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ സയൻസ്, ഫിസിക്സ് എടുക്കുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി പെർസ്യൂ ചെയ്യുന്ന എല്ലാവർക്കും ജാം കോഴ്സ്, IIT ജാം എക്സാം എഴുതാന്നുള്ളതാണ്. ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് IIT ജാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അത് ഒന്ന് IITs തന്നെയാണ്, മറ്റൊന്ന് IISc, ഐസർ പോലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ. അവിടെ PG കോഴ്സിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് IIT ജാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഇനി എന്താണ് IIT ജാം ഓഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള നിങ്ങളുടെ PG പ്രവേശനം തന്നെയാണ്. സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ PG ചെയ്യുന്നതും IIT ജാം ക്ലിയർ ചെയ്ത് PG ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോ നമ്മുടെ നാട്ടിലെ ഒരു ഓർഡിനറി കോളേജിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഡിഗ്രി PG ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ കോളേജിലേക്കാണ് നിങ്ങൾ അഡ്മിറ്റ് ആവുന്നതെങ്കിലുള്ള ഒരു പ്രശ്നം, അവിടുത്തെ ഏറ്റവും സീനിയർ സ്റ്റുഡൻസ് നിങ്ങളാണ്. നിങ്ങളെ കണ്ട് ബാക്കിയുള്ളവർ പഠിക്കും. നിങ്ങൾക്ക് നോക്കി മോഡലാക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല. അതേസമയം നിങ്ങൾ IITസിലേക്കാണ് PGക്ക് പോകുകയാണെങ്കിൽ നിങ്ങളായിരിക്കും അവിടുത്തെ വൺ ഓഫ് ദ ജൂനിയർ സ്റ്റുഡൻസ്. BTech UG ക്ലാസ്സസ് അവിടെ ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് മുകളിലുള്ള സീനിയേഴ്സിനെയാണ് മോഡലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്, PGക്ക് ശേഷം എന്ത് ചെയ്യണം, അവർ പോകുന്ന പാത്ത്, ഏതൊക്കെ കമ്പനികളിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു സാധ്യത, ഒരു എക്സ്പോഷർ അപ്പൊ തന്നെ കിട്ടുകയാണ്. കൂടാണ്ട് നമ്മുടെ ടോപ്പ് കമ്പനീസ് PGക്ക് ശേഷം നമ്മുടെ IIT പഠിക്കുന്ന കുട്ടികളെ നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ സാധാരണ കോളേജുകളിൽ അത്തരത്തിലുള്ള സംഭവം നടക്കുന്നില്ല. നിങ്ങളിപ്പോ ഗേറ്റ് എന്ന് പറയുന്നൊരു എക്സാം PGക്ക് ശേഷം നിങ്ങൾക്ക് എഴുതാം. അത് നിങ്ങൾ ഇവിടുത്തെ ഒരു സെന്ററിൽ പഠിച്ചിട്ട്, കോളേജിൽ പഠിച്ചിട്ട് ക്ലിയർ ചെയ്തു, നിങ്ങളൊരു IIT പ്രൊഫൈലുള്ള ഒരാളാണെങ്കിൽ, അയാൾ IISc പ്രൊഫൈലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടുന്നത്, ജോലിക്ക് പ്രിഫറൻസ് കിട്ടുന്നത് ജാം ക്ലിയർ ചെയ്ത് IIT പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും. മറ്റൊന്ന്, റിസർച്ചിന് വേണ്ടി നിങ്ങൾക്ക് പുറത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ പുറത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ പ്രധാനമാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ ഇവിടെ കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു കുട്ടി പുറത്തേക്ക് ഒരു മെയിൽ അയച്ചിട്ട് റിപ്ലൈ കിട്ടുന്നതും IIT പ്രൊഫൈലിൽ നിങ്ങളുടെ ഒരു മെയിൽ അയച്ചിട്ട് റിപ്ലൈ കിട്ടാൻ ഉള്ള സാധ്യതയും രണ്ടാണ്. കാര്യം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൊഫൈല് നിങ്ങളുടെ ഫർദർ ഗ്രോത്തിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങൾക്ക് കയറണമെങ്കിൽ ഈ ജാം എക്സാം ക്ലിയർ ചെയ്തേ പറ്റും. സോ ഇതാണ് IIT ജാം ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് IITസിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന എക്സ്പോഷർ. കൂടാണ്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. നിങ്ങൾക്ക് ജാം ക്ലിയർ ചെയ്ത് ചെല്ലുമ്പോൾ റിസർച്ച് നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ അവിടുത്തെ പ്രൊഫസേഴ്സിന്റെ എല്ലാം ക്വാളിറ്റി നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സബ്ജക്ട് നോളജും ഫാർ ബെറ്റർ ആയിരിക്കും നമ്മുടെ സാധാരണ കോളേജുകളിൽ നിന്ന് പഠിച്ചു പോകുന്നതിനേക്കാൾ.
പിന്നെ നമ്മൾ പറഞ്ഞു IIT ജാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. ഒന്ന്, നിങ്ങൾക്ക് MSc വേണ്ടിയിട്ട് അല്ലെങ്കിൽ MSc ടെക് അല്ലെങ്കിൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. അതായത് MSc PhD ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഇന്റഗ്രേറ്റഡ് PhD ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറാം. MScക്ക് ശേഷം നിങ്ങൾക്ക് PhD, അങ്ങനെ ഇങ്ങനെ പല പല പ്രോഗ്രാംസ് ഇവിടെ കാണുന്നതെല്ലാം IIT ജാം ക്ലിയർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂഷ്വലി IIT ജാം എക്സാം നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരിക്കും. ഇത്തവണ അത് IIT ബോംബെ ആണ് IIT ജാം എക്സാം നടത്തുന്നത്. പിന്നെ ഇതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോ IIT ജാമിന് ടേക്ക് പാർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അഡ്മിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവിടെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് IITs, ഏതാണ്ട് 18ഓളം IITs അതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ IIT ജാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏത് IITയിലേക്ക് വേണമെങ്കിലും നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് ആക്സസ് കിട്ടും. അപ്പൊ നിങ്ങൾ IIT ജാം ക്ലിയർ ചെയ്തു എന്ന് വെക്കുക, ജസ്റ്റ് വിച്ച് ഡസന്റ് മീൻ യു ആർ ഗോയിങ് ടു പ്ലേസ്ഡ് ഇൻ ദ ടോപ്പ് IIT ബോംബെയിൽ നിങ്ങൾക്ക് കിട്ടണമെന്ന് ഒരു ഉറപ്പില്ല. കാര്യം അവിടെ നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് തന്നെ വേണം. ഇപ്പൊ IISc-യിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ ടോപ്പ് റാങ്ക് വേണം. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല IITയിലേക്കോ അല്ലെങ്കിൽ IISc-യിലേക്കോ ഒന്നും പ്ലേസ് ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടേക്ക് പ്ലേസ് ചെയ്യപ്പെടണമെങ്കിൽ, ഏതെങ്കിലും IITയിലേക്ക് കയറണമെങ്കിൽ IIT ജാം ക്ലിയർ ചെയ്തേ പറ്റത്തുള്ളൂ. ദെൻ അഡ്മിഷന്റെ ഒരു പാറ്റേൺ ആണ് ഇതിന്റെ. എന്റെ PPT ക്ലോസ് ആയിക്കോട്ടെ, ഒരു മിനിറ്റ്. ഓഡിയബിൾ ആണല്ലോ? ഓക്കെ. ഇതിന്റെ അഡ്മിഷൻ ക്രൈറ്റീരിയ പറ്റി സംസാരിക്കുമ്പോൾ, നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ തരാമോ? എനിക്ക് ഒരു ഫീഡ്ബാക്ക് ഇല്ലാത്തതുകൊണ്ട് ഒന്നും. ഓക്കെ ആണ്, ഫൈൻ, താങ്ക് യു. സ്ലൈഡ്സും കൂടെ ഒന്ന് മൂവ് ചെയ്തോട്ടെ, സ്റ്റക്കായി നിൽക്കുകയാണ്. ഓക്കെ. ഇതിന്റെ ഒരു അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഓൾ ഇന്ത്യ റാങ്ക് ബേസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുക. ആൻഡ് യുവർ റിസർവേഷൻ, ഗവൺമെന്റ് പോളിസീസിലുള്ള റിസർവേഷൻ എല്ലാം ഇതിന് ബാധകമാണ്. പിന്നെ ഇതിന്റെ എലിജിബിലിറ്റി, നിങ്ങളിപ്പോൾ ഡിഗ്രി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് പോയിട്ട് നല്ല സബ്ജക്ട് നോളജ് ഉണ്ടെന്ന് വെച്ചോളൂ, നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സബ്ജക്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽസിലാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. സപ്പോസ് ഡിഗ്രിയുടെ 2ാം വർഷം പഠിക്കുന്ന ഒരു കുട്ടി പോയി ഇത് എഴുതി ക്ലിയർ ചെയ്തെന്ന് വെച്ചിട്ട് അവന് അതിന്റെ എലിജിബിൾ ആവത്തില്ല. കാരണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വിത്തിൻ 3 months അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ പഠിക്കുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ 3rd ഇയർ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് IIT ജാം എക്സാം എഴുതാം. 2nd ഇയർ പഠിക്കുന്ന ആൾക്കാർക്കും എഴുതാം. പക്ഷെ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് മറ്റു കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പക്ഷെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്യാന്നുള്ളതേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. ഏതെങ്കിലും ഡിഗ്രി 1st ഇയർ 2nd ഇയർ സ്റ്റുഡൻസോ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ ഫീ പോകുന്നേ ഉള്ളൂ, ബട്ട് യു ക്യാൻ അപ്ലൈ. പക്ഷെ അഡ്മിഷന് പറ്റത്തില്ല. അപ്പോൾ അഡ്മിഷൻ കംപ്ലീഷന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോഗ്രാം, നിങ്ങൾ ചെയ്യുന്ന UG പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് നമുക്ക് അഡ്മിഷന് വേണ്ടി പോകുമ്പോഴത്തേക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അറ്റ്ലീസ്റ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എങ്കിലും നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരണം. പിന്നെ വേറൊരു കാര്യമുള്ളത്, നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പാസ് ആയിരിക്കണം. ഓക്കെ. ഇനി നമുക്ക് IIT ജാം 2026 ഇതില്
അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഇതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണോ? എനിക്കൊന്ന് ചാറ്റിൽ റിപ്ലൈ ആവോ? ഓക്കെ, ആരും അപ്ലൈ ചെയ്തിട്ടില്ല. ശരി, നമ്മുടെ ആപ്ലിക്കേഷൻ കോൾ ചെയ്തത് കഴിഞ്ഞ മാസമാണ്, സെപ്റ്റംബർ 5. അത് ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ 12-നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോ ബാക്കി ഈ 2026 ജാമിന്റെ കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്ത പോലെ തന്നെ നടക്കാറുണ്ട്. അത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഫെബ്രുവരി 15. അതായത് ഇപ്പൊ ഒക്ടോബർ ആണ്, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. യു ഹാവ് 4 months ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി. സ്റ്റക്കായി പോകുന്നുണ്ട് കേട്ടോ ഇത്. ഓക്കെ, ഇനി ജാം 2026 ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അതിന്റെ ഡേറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഒക്ടോബർ 12 ക്ലോസ് ചെയ്യും. ആപ്ലിക്കേഷൻ ഫീ വന്നിട്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1000 ആണ്. ഇവിടെ 2 പേപ്പേഴ്സ് 1 പേപ്പർ ടെസ്റ്റും ഉണ്ട്. നമുക്ക് ഒറ്റ ടെസ്റ്റേ ഉള്ളൂ, 1 പേപ്പർ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ദെൻ ബാക്കി എല്ലാവർക്കും, അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന്, ജനറൽ കാറ്റഗറീസ് എല്ലാവർക്കും 2000 rupees ആണ് ഫീ ആയിട്ട് വരിക. പിന്നെ ഇവിടെ പ്രത്യേകം അവിടെ പറയുന്നുണ്ട്, ജാം ക്വാളിഫിക്കേഷൻ നമുക്ക് ഉറപ്പായിട്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉറപ്പ് നൽകുന്നില്ല. നിങ്ങളുടെ റാങ്കിനെ ബേസ് ചെയ്ത് തന്നെ ഇരിക്കും. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട സൈറ്റ് ആണ്. ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് അതിന്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ട പോർട്ടൽ. ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റിന്റെ IIT ബോംബെയുടെ സൈറ്റാണിത്. ഈ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്തിട്ട് എൻറോൾ ചെയ്യണം, അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബാക്കി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട പേജസിലേക്ക് എത്തും. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ IITസിലേക്ക് പഠിക്കണം, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം. അതായത് നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷന് പ്ലാൻ ചെയ്യുന്നെങ്കിൽ എന്തിന് ചെയ്യുന്നു എന്ന് ആദ്യം ചോദിക്കുക നിങ്ങളോട് തന്നെ. എന്തിന് ഞാൻ PG ചെയ്യുന്നു, ഞാൻ BSc കഴിഞ്ഞിട്ട് എന്തിന് PG ചെയ്യുന്നു? അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ഓക്കെ, ഇതിന് ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്ലേസ്ഡ് ആവണം, അല്ലെങ്കിൽ റിസർച്ച് ഫീൽഡിലേക്ക് പോകണം. അപ്പോൾ ആ ആൻസർ കിട്ടുമ്പോൾ ഞാൻ എവിടെ PG ചെയ്താലാണ് എനിക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുക, ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം മതി. നിങ്ങൾ സാധാരണ ഒരു കോളേജിൽ PG ചെയ്യുന്നതിനേക്കാളും ഒരു 100 മടങ്ങ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ജാം ക്വാളിഫൈ ചെയ്ത് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ദെൻ ഇതാണ് സിലബസ്. ഇത് നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ നോക്കാനാണ് ഞാൻ സിലബസ് പരിചയപ്പെടുത്തുന്നത്. ഇത് നോക്കുക, ജസ്റ്റ് നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്നതിനേക്കാൾ ഒന്നും കൂടുതൽ ഇവിടെ ഇല്ല. എല്ലാം ഡിഗ്രിക്ക് പഠിക്കുന്നത് തന്നെയാണ്. മാത്തമാറ്റിക്കൽ ഫിസിക്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആർ ജസ്റ്റ് JEE ലെവൽ, +2 JEE IIT അതിന്റെ ലെവലേ വരുന്നുള്ളൂ. ഓസിലേഷൻസ് ആൻഡ് ഒപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ്. ഇതിൽ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും എപ്പോഴും വെയിറ്റേജ് വരുന്ന ഒരു ഏരിയ. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് ഈസ് കണ്ടക്ടിങ് ദി എക്സാം. കഴിഞ്ഞ വർഷം IIT ബോംബെ അല്ലായിരുന്നു, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസത്തിൽ നിന്നൊക്കെ വന്നായിരുന്നു. പിന്നെ നിങ്ങൾ കൂടുതൽ ഒരു സെമസ്റ്റർ മൊത്തം മിക്ക യൂണിവേഴ്സിറ്റികളും പഠിക്കുന്ന ഒരു പേപ്പറാണ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. റിസർച്ച് പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനമാണത്, അതുകൊണ്ട് ഒരു കോർ ഏരിയ തന്നെയാണ്. ദെൻ ഇതാണ് ഒരു എക്സാമിന്റെ പാറ്റേൺ. ആദ്യത്തെ നിങ്ങൾക്കൊരു 3 hours ഓഫ് എക്സാം ആണ് ഉള്ളത്. അതിൽ മൊത്തത്തിലൊരു 60 ക്വസ്റ്റ്യൻസും 100 മാർക്കും ആണ് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കുക. അതിൽ ആദ്യത്തെ 30 ക്വസ്റ്റ്യൻ ആണ് A സെക്ഷനിൽ ഉണ്ടായിരിക്കുക. പിന്നെ B സെക്ഷനിൽ 10 ക്വസ്റ്റ്യൻസ്, ബാക്കി 20 ക്വസ്റ്റ്യൻസ് C സെക്ഷനിലും ആയിരിക്കും. അതിൽ A സെക്ഷനിലുള്ള 30 ക്വസ്റ്റ്യൻസിന് ഓരോ മാർക്ക് വീതമാണ് ഉണ്ടായിരിക്കുക. പിന്നീട് 1 to 10 ക്വസ്റ്റ്യൻസ് ഓരോ മാർക്കും, 11 to 30 ക്വസ്റ്റ്യൻസിന്
2 മാർക്കുമാണ് അവിടെ ഉണ്ടായിരിക്കുക. അതിൽ ഒരു ചോയ്സ് ആയിരിക്കും കറക്റ്റ്. ദെൻ പാർട്ട് ബി ആണ്. അതിൽ 31 തൊട്ട് 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉള്ളത്. 2 മാർക്ക് വീതമാണ് കെയർ ചെയ്യുന്നത്. അവിടെ മോർ ദാൻ ഓൺ ചോയ്സ് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം എമംഗ് ദ 4. പിന്നെ ഉള്ളത് ന്യൂമറിക്കൽ ടൈപ്പ് ആണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക, ആൻസർ എഴുതുക എന്നുള്ളത് ന്യൂമറിക്കൽ ടൈപ്പ് ആണ്. അതും 2 മാർക്കിന്റെ സെഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നെഗറ്റീവ് മാർക്കിങ്ങിനെ പറ്റിയിട്ടാണ്. 1/3 ഓഫ് ദി ആൻസർ ആണ് നെഗറ്റീവ് മാർക്കിന് വരുന്നത്. പിന്നെ സെക്ഷൻ സിയിൽ നെഗറ്റീവ് മാർക്ക് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. സെക്ഷൻ ബിയിലാണെങ്കിൽ 2/3. അതായത് ഫസ്റ്റ് സെക്ഷനിൽ 1/3, അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻസിനെല്ലാം 1/3, 2 മാർക്ക് ക്വസ്റ്റ്യൻസിനെല്ലാം 2/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. സോ മിക്ക ക്വസ്റ്റ്യൻസ് നിങ്ങൾ പോയിട്ട് കറക്കി കുത്തി വെക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് മാർക്കിങ്ങിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഡിഫിക്കൽട്ട് ആണ്. സോ നിങ്ങൾ നോക്കുക, 20 മാർക്സ് ലാസ്റ്റത്തെ 20 ക്വസ്റ്റ്യൻസ് 41 to 60 അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതേണ്ടതാണ്. അപ്പോ നമ്മൾ ജസ്റ്റ് പഠിക്കാണ്ട് പോയിട്ട് ക്വാളിഫൈ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം ലക്ക് നമുക്ക് വേണം, അല്ലാണ്ട് പറ്റത്തില്ല. സോ ഇതാണ് ഇത്. ഇനിയിപ്പോ നിങ്ങൾ ഇത്രയും വലിയ സിലബസ് ഒക്കെ കണ്ടിട്ട് അയ്യോ എനിക്കിത് പറ്റുമോ, ഞാൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഉഴപ്പിയാണല്ലോ പഠിച്ചത്, ഇനി പോസിബിൾ ആണോ നിങ്ങൾ ചിന്തിക്കാം. സോ അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു കട്ട് ഓഫ് മാർക്ക് ഒന്ന് നോക്കാം. ജാം 2025 നിങ്ങൾ നോക്കുക, ഡിഫറെന്റ് സബ്ജക്ട്സിന്റെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫിസിക്സ് ആണ് ഏറ്റവും താഴെ കിടക്കുന്നത്. ജനറലിന് 14.66 ആയിരുന്നു കട്ട് ഓഫ്. അതായത് 100ന് 14 വാങ്ങിച്ചാൽ, പണ്ട് പരീക്ഷയിൽ നമ്മൾ പറയും 100ന് 35 വാങ്ങിച്ചാലേ ജയിക്കുള്ളൂ എന്ന് പറയും. പക്ഷെ ഇവിടെ 100ന് 14 മാർക്ക് വാങ്ങിയാൽ നിങ്ങൾ ക്വാളിഫൈ ആയി. ഇത് എപ്പോഴും ഇങ്ങനല്ല കേട്ടോ. ചില ടേമിൽ അത് 30 ആയിരിക്കാം. അത് എക്സാമിന്റെ ഒരു ടഫ്നെസ്സിനനുസരിച്ചിട്ട് അത് വേരി ചെയ്യും. കാര്യം ഇത്രയും IITസിലേക്ക് സീറ്റ് ഫിറ്റ് ചെയ്യേണ്ടി വരും. സോ അതിനനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ 2025 അത്രമാത്രം ടഫ് ആണോ ഈ എക്സാം ആയിരുന്നത് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, OBC EWSനൊക്കെ 13.19, SC/ST കാറ്റഗറീസിനൊക്കെ നമുക്ക് നോക്കുക 7. ഇത് ജസ്റ്റ് ഫിസിക്സിന്റെ കാര്യമല്ല, നിങ്ങൾ മാത്തമെറ്റിക്കൽ സയൻസ് നോക്കിക്ക് 4 അവിടെ വന്നിരിക്കുന്നത് കണ്ടോ. സോ അപ്പോ നമുക്ക് നോക്കാം, 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഇതിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ച് ഇന്ററാക്ട് ചെയ്താൽ കൊള്ളായിരുന്നു. നമ്മുടെ കുട്ടികൾ കേൾക്കുന്ന 1-2 ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ജോയിൻ ചെയ്തിട്ട് ഇരിക്കുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, യെസ്, ജസ്ന ഇപ്പൊ 3rd ഇയർ ആണ്. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? അതുകൊണ്ടൊന്ന് മെൻഷൻ ചെയ്യാമോ? സ്ഥലം, ഡിസ്ട്രിക്ട്? കോട്ടയം. ഓക്കെ, MG യൂണിവേഴ്സിറ്റി ആണ് അല്ലേ? ശരി, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റിന് ഇതിന് ആൻസർ പറയാൻ പറ്റുമോ എന്ന് ശ്രമിക്കണേ. നമ്മുടെ കുട്ടിക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? നൗഷ, ഹലോ. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ പ്രസന്റ് ചെയ്യാം. നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. എന്നിട്ട് എന്റെ ആൻസർ ഇവിടെ കമന്റിൽ ഇട്ടാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ? A charge Q placed at the center of the base of a pyramid. The net outward electric flux across each of the slanted face. Just a question കാണുന്നോ? നിങ്ങൾക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല, കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം.
ഇവിടെ നിങ്ങൾ നോക്കുക, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇവിടെ വർക്ക് ചെയ്യേണ്ടത്. ആൻസർ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരിക്കും. നിങ്ങൾ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, ആരുമില്ല. ജസ്റ്റ് നെയിം ക്വസ്റ്റ്യൻ കണ്ട് മേടിച്ച് പോയി നോക്കും. നോക്ക്, സിമ്പിൾ കൺസെപ്റ്റ് ആണ്. നിങ്ങൾ ഗോസസ് ലോ പഠിച്ചിട്ടുണ്ട്. ഗോസസ് ലോ പറയുന്ന കൺസെപ്റ്റ് എന്താണ്? ഒരു ചാർജ് ഉണ്ടെങ്കിൽ, ഒരു സർഫസ് ഉണ്ടെങ്കിൽ, ആ സർഫസ് കൂടി വരുന്ന ടോട്ടൽ ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് അതിനകത്ത് എത്ര ചാർജ് ഉണ്ടോ ആ ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് ആണ്. നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സർഫസ് ഈസ് ഈക്വൽ ടു 1 by epsilon naught times total charge enclosed by the surface. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ആ പിരമിഡിന്റെ ഏറ്റവും ബോട്ടം, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ട്രാവലിംഗ് ആയിരുന്നുകൊണ്ട് പെൻ ടാബ് എടുത്തിട്ടില്ല, അപ്പോൾ ഞാൻ അല്ലാണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പിരമിഡിന്റെ ബോട്ടത്തിലാണ് നമ്മുടെ ചാർജ് ഇരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണുന്നുണ്ടല്ലോ, പിരമിഡിന്റെ ബോട്ടത്തിലാണ് ചാർജ് ഇരിക്കുന്നത്. അപ്പോ സ്ലൈഡ് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ പിരമിഡ്. ചാർജ് ഇരിക്കുന്ന അതിന്റെ ബേസിലാണ്. ഓക്കെ, ബേസിൽ ചാർജ് ഇരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് എൻക്ലോസ്ഡ് ആണോ? ഇതാണ് ചോദ്യം. ഒരിക്കലും ചാർജ് എൻക്ലോസ്ഡ് അല്ല, അതിന്റെ ബേസിലാണ് ചാർജ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ മനസ്സിലാക്കാം. ഈ ചാർജ് എൻക്ലോസ് ചെയ്യപ്പെടണമെങ്കിൽ ഒരു ക്യൂബും കൂടെ തലകുത്തനെ വെക്കണം. ക്യൂബല്ല, പിരമിഡും കൂടെ തലകുത്തനെ വെക്കണം. വേണ്ടേ? ഒരു പിരമിഡും കൂടെ ഇതുപോലെ തലകുത്തനെ നിന്ന് കഴിഞ്ഞാൽ, ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ചാർജ് എൻക്ലോസ്ഡ് ആയിപ്പോ. ഇപ്പോ നമുക്ക് പറയാം ടോട്ടൽ ചാർജിന്റെ പകുതി മാത്രമേ ഇതിനകത്തുള്ളൂ, ആ പിരമിഡിനകത്തുള്ളൂ. അപ്പോ Q/2 ചാർജേ ഉള്ളൂ. അപ്പോ ആ സിംഗിൾ ക്വസ്റ്റ്യനിലുള്ള പിരമിഡ് വഴിയുള്ള ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് Q/2 എപ്സിലോൺ നോട്ട് ആണ്. പക്ഷെ നമ്മുടെ ചോദ്യം ഇലക്ട്രിക് ഫ്ലക്സ് അക്രോസ് ഈച്ച് ഓഫ് ദി സ്ലാൻഡഡ് സർഫസ് എന്നാണ്. പിരമിഡിന് എത്ര സ്ലാൻഡഡ് സർഫസ് ഉണ്ട്? 1, 2, 3, 4. അതിൽ ഒരു സർഫസിൽ കൂടെ ഉള്ളതാണ് നമ്മുടെ ചോദ്യം. ടോട്ടൽ പിരമിഡ് വഴി ഉള്ളത് ഞാൻ പറഞ്ഞു പകുതി ചാർജാണ് എൻക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് Q/2 എപ്സിലോൺ നോട്ട് ആണ്. 4 സർഫസ് ഉണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട്. അതിൽ ഒരെണ്ണം വഴിയുള്ളത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 1/4 എടുത്താൽ പോരെ. അപ്പോ Q എൻക്ലോസ് ചെയ്യുന്നു Q/2 എപ്സിലോൺ നോട്ട് ആണ്. അതിന്റെ ഒരു സർഫസ് വഴിയുള്ളതെന്ന് പറയുന്നത് 1/4 into Q/2 എപ്സിലോൺ നോട്ട്, അതായത് Q/8 എപ്സിലോൺ നോട്ട് ആയിരിക്കും അവിടെ ആൻസർ തോന്നുന്നത്. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി എല്ലാ ഓപ്ഷൻസും അവിടെ കാണും. Q/എപ്സിലോൺ നോട്ട് കാണും, Q/2 എപ്സിലോൺ നോട്ട് കാണും. കണ്ടോ? സോ ഇവിടെ നമുക്ക് ലോജിക്കലി ചിന്തിച്ചിട്ട് തന്നെ ഇതിന്റെ ആൻസർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് വേണ്ടത് കൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഇതും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കൺസിഡർ എ മെറ്റൽ സ്പിയർ ഓഫ് റേഡിയസ് എ. അതിന്റെ അകത്ത് ഒരു ചാർജ് വെച്ചിരിക്കുന്നു, വിച്ച് ക്യാരീസ് ചാർജ് Q. ദ ഔട്ടർ ഷെൽ ഓഫ് റേഡിയസ് 2a അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് R. ഔട്ടർ ഷെല്ല് 2a ഡിസ്റ്റൻസ് ആണ് അതിന്റെ റേഡിയസ്. ആൻഡ് ദ വേരിയേഷൻ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് R ഫ്രം ദി ഒറിജിൻ. അതായത് ഇതിന്റെ പുറത്ത് ഒരു R ഡിസ്റ്റൻസ്, രണ്ടാമത്തെ സ്പിയറിന്റെയും പുറത്ത് സെൻട്രൽ നിന്ന് ഒരു ആർബിട്രറി ഡിസ്റ്റൻസ് എടുത്താൽ അവിടുത്തെ ഫ്ലക്സ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. എന്നിട്ട് കുറെ ഗ്രാഫും തന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ ആലോചിക്കുക, അകത്തുള്ളത് മെറ്റൽ സ്പിയർ ആണ്. കണ്ടോ, അകത്തുള്ളത് മെറ്റൽ സ്പിയർ ആണ്. എന്നാൽ അതിന് പുറത്ത് അതിനെ കോൺസെൻട്രിക് ആയിരിക്കുന്നത് മെറ്റൽ ഷെല്ലാണ്. അപ്പോ നമുക്കിവിടെ വേണ്ട ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് മെറ്റൽ സ്പിയർ ഈസ് ഇക്വലന്റ് ടു സ്പെറിക്കൽ ഷെല്ലാണ്. മെറ്റൽസിനകത്ത് ഒരിക്കലും ചാർജ് നിൽക്കത്തില്ല. ചാർജ് ഓൾവേസ് റിസൈഡ് ഓൺ ദി സർഫസ് ഓഫ് ദി സ്പിയർ. അപ്പൊ അകത്തിരിക്കുന്ന സ്പിയറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സർഫസിന് മാത്രമേ ചാർജ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ സർഫസ് തൊട്ട് മാത്രമേ എന്തുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് 0 തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസിൽ എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അതിനുശേഷം നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഷെല്ല് അല്ലെങ്കിൽ സ്പിയർ എന്ന് പറയുന്നത് 1/4 pi എപ്സിലോൺ നോട്ട് Q/R² ആണ്. ആ Q എന്ന് പറയുന്നത് ചാർജ്, R എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ്, ഈ കേസിൽ അത് A ആണ്. പിന്നെ സ്മോൾ r എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ് സെന്ററിൽ നിന്നുള്ള.
അപ്പൊ നമ്മൾ കണ്ടു ആദ്യത്തെ സ്പിയറിന്റെ അകത്ത് എന്തില്ല, ഫീൽഡ് ഇല്ല. ഈ 0 തൊട്ട് എ വരെയുള്ള ഈ ഡിസ്റ്റൻസിലെ ഫീൽഡ് എനിക്ക് ഇവിടെ മാർക്ക് ചെയ്യിക്കാൻ പറ്റും അല്ലെ. 0 തൊട്ട് എ വരെ ഈ ഡിസ്റ്റൻസിൽ എന്തില്ല, ഫീൽഡ് ഇല്ല. എന്നാൽ ഈ ഡിസ്റ്റൻസിലുള്ള ഫീൽഡ് എങ്ങനെയാ പോകുന്നത്, ഈ 1/r² എന്ന് പറയുന്ന രീതിയിലാണ് ആ ഫീൽഡ് വേരി ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കുക, ഇതൊരു സ്പെറിക്കൽ ഷെല്ലാണ്. അപ്പൊ ഇവിടെയും ഉള്ള ചാർജ് Q ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതുവരെയും ഉള്ള ഫീൽഡ്, അതായത് 0 തൊട്ട് 2a വരെയുള്ള ഡിസ്റ്റൻസിലുള്ള ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇയാള് മാത്രമായിരുന്നു, 2Q. എന്നാൽ അതിനുശേഷം നമ്മൾ ഈ പുറത്ത് ഈ ഒരു പോയിന്റിലുള്ള ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ അതുവഴി ഒരു ഗോസിയൻ സർഫസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ ഗോസിയൻ സർഫസിനകത്ത് എത്ര ചാർജ് ഉണ്ട്, 2Q ചാർജ് ആണ് ടോട്ടൽ ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സർഫസിൽ വെച്ചിട്ട് ചെറിയൊരു എൻഹാൻസ്മെന്റ് കൂടെ ഫീൽഡിന് വരും. അതായത് 0 തൊട്ട് എ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫീൽഡ് ഇല്ല, ഇങ്ങനെയായിരിക്കും. അതിനുശേഷം ഫീൽഡ് കുറയും. എന്നിട്ട് രണ്ടാമത്തെ സ്പിയറിന്റെ സർഫസ് എത്തുമ്പോൾ ചെറിയൊരു എൻഹാൻസ്മെന്റ് കാണിക്കും. കാര്യം ഈ ഈ ക്യൂവും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഡിസ്റ്റൻസിനനുസരിച്ച് വീണ്ടും കുറഞ്ഞു പോകും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അത് ഏത് ഓപ്ഷൻ ആയിരുന്നു നമ്മൾ തന്നിട്ടുള്ളതിൽ? പോകേണ്ട ഒരു അവസ്ഥയാണ്. അത് വന്നിട്ട് നമ്മൾ തന്നിട്ടുള്ളതിൽ 4 ഫസ്റ്റ് ഓപ്ഷനാണ്. സോ ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് ഓറിയന്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് IIT ജാമിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അവിടെ വരുന്നില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ എയ്ഫറിന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എയ്ഫർ നമ്മൾ പറഞ്ഞു ഓൾറെഡി IIT ജാം കോഴ്സ് റൺ ചെയ്തിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഓൾറെഡി IIT ജാമിന്റെ പാക്കേജസ് കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് തരാൻ നമ്മുടെ ഫാക്കൽറ്റീസിന് പറ്റും. ദെൻ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് പ്രോബ്ലംസ്, നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്ത് കാണിച്ചല്ലോ, അപ്പോൾ അതുപോലെ പ്രോബ്ലം അനാലിസ് ചെയ്ത് തരാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് തരും. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം ഒരു ബുദ്ധിമുട്ടായിരിക്കത്തില്ല. പിന്നെ മോർ ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്ക് ക്ലാസ്സസ് ലൈവും റെക്കോർഡും ആയിട്ട് തരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഐഫറിനുണ്ട്. ദെൻ ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് ഫാക്കൾട്ടി അവൈലബിൾ ആയിരിക്കും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസിന് വേണ്ടിയിട്ട്. പിന്നെ മോക്ക് ടെസ്റ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് വഴി ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ IIT ജാം പെർസ്പെക്റ്റീവ്. എന്നാൽ മാത്രമേ നമുക്ക് ജാം ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം നിങ്ങൾക്ക് ഈ കൺസെപ്റ്റുകൾ പഠിച്ചാലും അത് പ്രാക്ടീസ് ചെയ്താലേ, നിങ്ങളൊരു സാധനം പഠിച്ചു എങ്ങനെ മനസ്സിലാക്കും നിങ്ങളത് പഠിച്ചു എന്ന് നിങ്ങളത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതേ ഉള്ളൂ ഒരു വഴി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഐഫറിന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് അക്കാഡമിക്കലി. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് വേണ്ട ഫോളോ അപ്പ്, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് മെന്ററിംഗ് സപ്പോർട്ട്, സൈക്കോളജിക്കൽ സപ്പോർട്ട് അത് തരുന്നതിന് വേണ്ടിയിട്ട് ഐഫറിന് ടീമുണ്ട്. അതെനിക്ക് തോന്നുന്നു കോഴ്സ് നമ്മുടെ ഔഷ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കും. ബാക്കി എന്തെല്ലാം ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റുമെന്ന്. ദെൻ നമ്മുടെ ടീം, കോഴ്സ് കോർഡിനേറ്റർ ആണ് ഞാൻ. നമ്മുടെ ഓൾറെഡി കോഴ്സ് എല്ലാം റെക്കോർഡഡ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് കിടപ്പുണ്ട്. അത് കൂടാന്നിട്ട് നിങ്ങൾക്ക് ലൈവ് സെഷൻസിൽ വന്നിട്ട് പ്രോബ്ലംസ്, ഡൗട്ട് ക്ലിയറൻസ് എല്ലാം നമ്മൾ ചെയ്തു തരും. ദെൻ ഫീഡ്ബാക്ക് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഐഫറിന്റെ ഫുൾ ടീം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് മറ്റു കാര്യങ്ങൾക്കും നമ്മുടെ ടീം അവൈലബിൾ ആണ്. സോ ഇത്രയാണ് നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മുടെ മുമ്പ് ഇവിടെ IIT ജാം പഠിച്ചിട്ട് ക്ലിയർ ചെയ്ത കുട്ടികളുടെ ഒരു സെഷൻസ് എല്ലാം നമുക്ക് വച്ചിട്ട് അവർ പഠിച്ച സ്ട്രാറ്റജീസ് മറ്റു കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. ആസിഫ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓറിയന്റേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അവരുടെ ഇതൊന്ന് ഓണാക്കാം കേട്ടോ, മൈക്ക് ഓണാക്കാം, പ്രശ്നമില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ കുട്ടികളെ? ജസ്ന, ലിവിൻസ്റ്റൺ?
ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ചോദിച്ചാലും മതി കേട്ടോ. എനിക്ക് തോന്നുന്നു മറ്റു പോസ്റ്റുകളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം, ഞാനത് സെറ്റിംഗ്സിൽ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മറ്റേ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വേറെ സംശയങ്ങളൊന്നും ജസ്റ്റിനിക്കില്ല. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തെന്ന പ്രോബ്ലം മനസ്സിലായോ? അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഓക്കെ, ശരി. ഇത്തരത്തില് ഇപ്പൊ ഇലക്ട്രോഡൈനാമിക്സ് കാര്യം കഴിഞ്ഞ വർഷത്തെ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ കുറെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഈ രീതിയിലുണ്ടായിരുന്നു. കംപ്ലീറ്റ് സബ്ജക്ട്സുകളുടെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും. സോ ബാക്കി നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കോഴ്സ് കോർഡിനേറ്റർ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യും കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ, ബെസ്റ്റ് വിഷസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം.